ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നേരിട്ട് കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഷോർട്സൊക്കെ എടുത്തപ്പോൾ ഒരു വലിയ വീഡിയോയോടെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും സുഖമായിരിക്കുന്നില്ല അല്ലേ? അപ്പോൾ എൻ്റെ ഷോർട്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് പേർക്ക് പല രീതിയിൽ റെസനേറ്റ് ആവുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണേ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകണം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. ഒരുപാട് പേര് എൻ്റെ ഒരു വീഡിയോയിൽ അവർക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോയിൽ മെസ്സേജിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. പല കാര്യങ്ങളും പറയുന്നത് പോലെ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ ഇട്ടേക്കാം. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണേ. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്, ഫ്രീ അല്ല, ഫീസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതിന് സൊല്യൂഷൻ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കോള് വിളിച്ചാൽ എപ്പോഴും ഫോൺ എടുക്കുന്നതായിരിക്കില്ല കേട്ടോ. അതുകൊണ്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം. കാർഡ് എടുത്ത് നമുക്ക് നോക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഏതൊക്കെ രീതിയിലാണോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാമേ. പേജ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്, ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വാണ്ട്സ്, നൈൻ ഓഫ് കപ്പ്, ടു ഓഫ് പെന്റിക്കിൾസ്, പേജ് ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് വാണ്ട്സ്, Ace of Wands, Four of Pentacles, High Priestess, Ten of Pentacles, bottom of the deck, Eight of Pentacles. പുറത്ത് മഴ തുടങ്ങിയിട്ടുണ്ട്, ഭയങ്കര സൗണ്ട് ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കാർഡുകൾ. ഞാൻ കാർഡുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാർഡുകൾ എനിക്ക് കാണുന്ന രീതിയിൽ വെക്കുകയാണ്. നിങ്ങളോട് കാർഡുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റീഡിങ് എടുക്കണമെങ്കിൽ കാർഡൊക്കെ എനിക്ക് കാണണമല്ലോ. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകണം. ഏതൊക്കെ രീതിയിലാണ് അനുഗ്രഹിക്കുന്നത് നോക്കാമേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. ആ രീതിയിലാണ് ഒന്നാമത് നിങ്ങൾ അനുഗ്രഹിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോലി ലഭിക്കാൻ പോകുന്നുണ്ട്. ജോലി ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ പലർക്കും ജോലി ലഭിക്കാൻ പോകുന്നു. പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. ന്യൂ കരിയർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഫൈനാൻസ് പരമായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നിങ്ങൾക്ക് ജോലി അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഫൈനാൻസ് വരാൻ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മെഡിറ്റേഷൻ, മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ മെഡിറ്റേഷൻ, മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നത്, ഉറപ്പായിട്ട് നിങ്ങൾക്കത് ലഭിക്കും കേട്ടോ.
അല്ലാതെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുള്ള കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ഒരു നല്ലൊരു മാരേജ് ലൈഫിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു മാരേജ് ലൈഫ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരു ഫാമിലി, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു മാരേജ്, നല്ലൊരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു. അതുപോലെ 10 ഓഫ് പെന്റിക്കിൾസ് ആണ് സാമ്പത്തികത്തിന്റെ ഒരു പൂർത്തീകരണം നിങ്ങൾക്ക് വരുന്നു. അത് ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്. അതുപോലെ നല്ലൊരു ഫാമിലി ലൈഫ് ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ് അല്ലേ. നല്ല ഫാമിലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ് അല്ലേ. എപ്പോഴും ഫാമിലി ലൈഫിൽ പ്രോബ്ലം ആണ് എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ഫാമിലി ലൈഫ് ലഭിക്കാൻ പോകുന്നു. കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷം നിറഞ്ഞ നല്ലൊരു ഫാമിലി ലൈഫ്, അതുപോലെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ, അതായത് സാമ്പത്തികം, വീട്, കാറ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഒത്തു ചേർന്നൊരു ഫാമിലി ലൈഫ് നിങ്ങളെ കാത്തിരിക്കുന്നു. ആരേക്കും ഇത് എല്ലാവർക്കും അല്ല കേട്ടോ, എല്ലാവർക്കും ഒന്നും ഇത് ലഭിക്കില്ല. അതിനൊക്കെ ഒരു പ്രത്യേക ഭാഗ്യമൊക്കെ അനുഗ്രഹമൊക്കെ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച ചിലർക്കൊക്കെ മാത്രമുള്ളതാണിത്. അങ്ങനെയൊരു ഫാമിലി ലൈഫ് നിങ്ങൾ ആരെയൊക്കെ കാത്തിരിപ്പുണ്ട് കേട്ടോ. സന്തോഷം നിറഞ്ഞൊരു ഫാമിലി ലൈഫ്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി ലൈഫിലൊക്കെ പ്രോബ്ലം ഉള്ളവരാണെന്ന് തോന്നുന്നു നിങ്ങൾ ചിലരൊക്കെ തോന്നുന്നു. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലൊരു ജഡ്ജ്മെന്റ് കാലഘട്ടമാണ് ഇപ്പം. നിങ്ങൾക്കൊരു ലൈഫിലൊരു ലെസൺ തരുന്നുണ്ട് ചില കാര്യങ്ങളിലൂടെ ദൈവം. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഫാമിലി അല്ലെങ്കിൽ ലവ് ഫെയിലിയർ, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിൽ പ്രോബ്ലം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ പ്രോബ്ലം, സാമ്പത്തിക പ്രോബ്ലം, അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് കാലഘട്ടമാണ്. അതായത് നിങ്ങൾക്കൊരു ലെസൺ തരുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആരുടെയൊക്കെ ലൈഫുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നം നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കതൊരു ലെസൺ ആണ്. അത് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കർമ്മയാണത്, നിങ്ങൾക്ക് കിട്ടേണ്ട ചില കർമ്മ ലൈഫാണത്. ആ ഒരു ലൈഫ് നിങ്ങളുടെ കർമ്മ കാലഘട്ടമാണെന്നതിനെ കണ്ടാൽ മതി കേട്ടോ. അപ്പം എല്ലാവർക്കും ഏതെങ്കിലും രീതിയിലൊക്കെ കർമ്മയുണ്ട്. നമ്മൾ നല്ലത് ചെയ്താൽ നല്ല കർമ്മ, ചീത്ത കർമ്മ എന്നുണ്ട്. അപ്പം നമ്മളൊരു പക്ഷേ ഒരുപാട് പെയിനൊക്കെ അനുഭവിച്ച് ലൈഫിൽ കൊണ്ടുപോകുന്നുണ്ട്, ലൈഫ് മുന്നോട്ട് പോകുന്നെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിലൊക്കെ ചെയ്തിട്ടുള്ള, അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്ത എന്തെങ്കിലുമൊക്കെ കർമ്മയുടെ ഫലമാകാം, പാവഫലം അല്ലെങ്കിൽ തെറ്റുകളുടെ ഫലമാകാം. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു ചെയ്തതാകാം, അറിയാതെ ചെയ്തതാവാം. അപ്പൊ അതറിയില്ല നമ്മൾ എന്താ ഇങ്ങനെയാണെന്ന്. അപ്പൊ അങ്ങനെ അറിയാതെ ചെയ്തു. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ചെയ്തു അല്ലെങ്കിൽ പറഞ്ഞു കഴിയുമ്പം പിന്നെ നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പം നമ്മൾ പറയുമോ അത് വേണ്ട, അതങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ല അവരോട് അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ നമ്മൾക്കൊരു ചില സാഹചര്യത്തിൽ നമ്മൾക്കതൊക്കെ ചെയ്യേണ്ടതായി വരും, അല്ലെ പറയേണ്ടതായി വരും. ചില കാര്യങ്ങളൊക്കെ ആലോചിക്കാതെ പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴൊക്കെ ചെയ്യുന്നതും പറയുന്നതൊക്കെ ആയിട്ടുള്ള, അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു കർമ്മയുടെ പൂർത്തീകരണമാണ്. അതായത് അങ്ങനെ സംഭവിക്കേണ്ടതാണ് നമ്മുടെ ലൈഫിൽ. അതത് സംഭവിച്ചേ മതിയാവൂ എന്നുള്ള ചില കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചതാണ്. അത് നമ്മൾ അത് അനുഭവിച്ച് തീരുന്നത്, ചിലതൊക്കെ നമ്മൾ അനുഭവിച്ച് തീരുക തന്നെ വേണം, അനുഭവിക്കാതെ പോവില്ല ലൈഫിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ഒരു ലൈഫിലൊരു ലെസൺ, ചില സിറ്റുവേഷൻസും സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ കടന്നു പോകണം. അത് എന്താ പറയുക, അത് ദൈവമായിട്ട് കരുതി നമ്മുടെ ലൈഫിലേക്ക് വെച്ചിരിക്കുന്ന അത് സംഭവിച്ചേ മതിയാകും. അങ്ങനെ ചില ലൈഫിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ കാണാം, അല്ലെങ്കിൽ അങ്ങനെ ചില സാഹചര്യത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞു. നിങ്ങളുടെ കർമ്മ ലൈഫ് അവസാനിച്ചിട്ട് പുതിയ തുടക്കത്തിലേക്ക്, പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും, ഒരുപാട് പെയിൻ നിങ്ങളുടെ ലൈഫിൽ കടന്നു പോകും, ശാരീരികമായും മാനസികമായിട്ടുള്ള പെയിൻ കടന്നു പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇനി ദൈവത്തിന്റെ അനുഗ്രഹം വരികയാണ്. ഇനി നിങ്ങൾ അനുഗ്രഹിക്കാൻ പോകുന്നത് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം കാത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലൈഫ് കഴിയുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളാണ് നിങ്ങളെ തേടി വരാൻ പോണത് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് നല്ലൊരു ഫാമിലി ലൈഫ് ഇല്ലാതെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരാണ് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ട്, ഒരു റിച്ച് എനർജി കാണിക്കുന്നുണ്ട്. 4 ഓഫ് പെന്റക്കിൾസ്, ഒരുപാട് റിച്ച് ആവാൻ പോണ ആളുകളെ കാണുന്നുണ്ട്. ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കാൻ പോവാണ് നിങ്ങളെ ആരെയൊക്കെ. നിങ്ങൾക്ക് ഒരുപാട് മിറാക്കിൾസ്, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ വരും. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ദൈവം ഇങ്ങനെയും അനുഗ്രഹിക്കുമോ എന്ന രീതിയിലുള്ള ചില വലിയ മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്, നിങ്ങളിൽ ചിലരുടെ ലൈഫിലേക്ക്. അപ്പൊ അത് നിങ്ങൾ അത്രയും ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കുന്നതാണ്. ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്.
ചില ലേഡീസിൻ്റെ എനർജിയൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. നിങ്ങൾ ഡിവൈൻ കണക്റ്റഡ് ആണ്, ഒരുപാട് ദൈവമായിട്ട് അങ്ങ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ പിന്നെ ബാക്കി സമയം നിങ്ങൾ എന്താ പറയുക, മെഡിറ്റേഷൻ, മാനിഫെസ്റ്റേഷൻ, പ്രാർത്ഥന, അല്ലെ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെ പോകുന്ന വ്യക്തികളുടെ എനർജി ഉണ്ട്. നിങ്ങളെ ഒരുപാട് ദൈവം അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നു. അതായത് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് പ്രയോജനകരമാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള വ്യക്തികൾ, അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം ഒരുപാട് തരുമ്പോൾ, നിങ്ങൾക്ക് തരുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല, അതുകൊണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനകരമാകുന്നു. അതായത് നിങ്ങൾ ഒരുപാട് പേരെ സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികളാണ്. ഒരുപാട് പേരെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയും, അതിനുള്ള മനസ്സുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവം കനിഞ്ഞ അനുഗ്രഹങ്ങൾ തരാൻ പോണു. 8 ഓഫ് പെന്റക്കിൾസ്, ഒരുപാട് പണം നിങ്ങളുടെ ലൈഫിൽ, കാർഡിയക്ക് ലൈഫിലേക്ക് വരികയാണ്. അത് പല സോഴ്സിലൂടെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സക്സസ്സിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ചെയ്യുന്നതെല്ലാം സക്സസ് ആണ്. എന്ത് ചെയ്താലും ഒരു സക്സസ്. അതായത് നേരത്തെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങൾ, തൊടുന്നതെല്ലാം പ്രശ്നങ്ങളിലേക്ക് പോകുന്നു പറഞ്ഞാൽ, പ്രശ്നങ്ങൾ ഒരുപാട് ഇങ്ങനെ പുറകെ വരും എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു ലൈഫായിരുന്നിരിക്കുക നിങ്ങൾക്ക്. പക്ഷെ ഇപ്പോൾ ആ ഒരു ലൈഫ് മാറി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങൾ തൊടുന്നതെല്ലാം സക്സസ്സിലേക്കാണ്. ഒന്നിനു പുറകെ ഒന്നായി പല വഴികൾ, പല സോഴ്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. സാമ്പത്തികത്തിൻ്റെതായിട്ടുള്ള പല രീതിയിൽ പണം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി. അത് അത്രത്തോളം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ. ആ ദൈവം നിങ്ങളെ അത്രത്തോളം അനുഗ്രഹിച്ചിരിക്കുന്നു, അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയായി നിങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. 8 ഓഫ് പെന്റക്കിൾസ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ സാമ്പത്തികം വരുന്ന ഒരു റിച്ച് എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പലരും. അല്ലെങ്കിൽ പുതുതായിട്ട് വീട് വെക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജോലിയിലൊക്കെ പ്രൊമോഷൻ കിട്ടി മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പോകുന്നു. കുറച്ചുകൂടെ സാലറി കൂടുതൽ, പ്രൊമോഷനൊക്കെ കിട്ടുന്നു എന്നുള്ള രീതിയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അബണ്ടൻസ് തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നവരൊക്കെയോ, ഒരു അബണ്ടൻസ്, നിങ്ങളുടെ കയ്യിലേക്ക് പണം വരാൻ പോകുന്നു. ഒരുപക്ഷെ ലോട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ ഏതൊക്കെ വഴിയിലൂടെ പണം വരാൻ പോകുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ റിയൽ ആവുകയാണ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അത് ലഭിക്കും. അപ്പോൾ ഇന്ന് ലഭിച്ചില്ലെങ്കിലും നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ ലഭിക്കും. നിങ്ങൾ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും അത് പ്രസന്റ്ലി, ഒരുപക്ഷെ പ്രസന്റ് സിറ്റുവേഷനിലും അത് ലഭിക്കാൻ സാധ്യത, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഫ്യൂച്ചറിൽ അത് നിങ്ങളിലേക്ക് വരും. ഫ്യൂച്ചറിൽ അത് നിങ്ങൾ ആഗ്രഹിച്ചതും മാനിഫെസ്റ്റ് ചെയ്തതൊക്കെ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളൊരു ഗവൺമെന്റ് ജോലിക്കായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റൊക്കെ എഴുതി ഒരുപാട് അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ജോലി ലഭിക്കും എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പെട്ടെന്ന് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ആരുടെയെങ്കിലൊക്കെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇവിടെ. നിങ്ങൾ വേറെ എവിടേക്കോ മാറാൻ പോകുന്നു, താമസം മാറാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച്, ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എവിടേക്കോ മാറാൻ പോകുന്നു. ജോലി കിട്ടി മാറുന്നതായിരിക്കാം, അല്ലെങ്കിൽ വീട് വെച്ച് മറ്റൊരു സ്ഥലത്തിലേക്ക് മാറുന്നതായിരിക്കാം. അങ്ങനെ മാറാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു. നിങ്ങളുടെ വ്യക്തിയെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്ന ആരൊക്കെയോ, അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സാണ്, ഒരു പക്ഷെ ഡിവോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ തന്നെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കൂടിച്ചേരാനുള്ളൊരു അവസരം കൂടെ വരാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ആർക്കൊക്കെ, അത് എല്ലാവർക്കും അല്ല, അത് ആരോടൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. ചിലപ്പം കുറച്ച് പേരോ 1-2 പേരോടൊക്കെ ആയിരിക്കാം. നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് മാരേജ് നടക്കുമോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് മാരേജ് നടക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വിഷ് കം ട്രൂ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, നിങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു മാരേജ്, ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു മാരേജ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നാണ്. അത് എല്ലാവരോടും അല്ല കേട്ടോ. എല്ലാവരും സ്നേഹിക്കുന്നവരുമായിട്ട് മാരേജിലേക്ക് പോവില്ല, ചില വ്യക്തികളോടാണ് പറയുന്നത്.
നിങ്ങളൊരു ടീച്ചിങ് ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ടീച്ചറായിട്ട് ഏതെങ്കിലും സ്കൂളിൽ ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ് ജോലി ലഭിക്കും. നിങ്ങൾക്ക് സ്കൂളിൽ ജോലിക്ക് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുമെന്ന് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ നേഴ്സായിട്ട് നിങ്ങളൊരു നേഴ്സാണ്, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വിദേശയാത്ര കാത്തിരിക്കുന്ന ഒരു നേഴ്സാണ്, നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ കഴിയുമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനും വിദേശത്ത് പോകാനൊക്കെ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ കഴിയുമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതിനായിട്ട് ട്രൈ ചെയ്യണം. പക്ഷെ നിങ്ങൾ ഏജൻസിയൊക്കെ നോക്കുമ്പം എന്താ പറയുക, വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. പറ്റിക്കുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. ഒരുപാട് പേരെ കൊണ്ടുപോയി പരിചയമുള്ളവരായിരിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾ നല്ലവണ്ണം അന്വേഷിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കേട്ടോ. ഒരുപാട് പറ്റിക്കുന്നവരുണ്ട്. അപ്പം പോകുമെന്നുള്ള കാര്യം കാർഡിൽ പറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഏജൻസിയിൽ പോയി പറ്റിക്കപ്പെടാതിരിക്കണം. അത് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, സങ്കടകരമായ അല്ല വിഷമകരമായ സിറ്റുവേഷൻസ് അവസാനിക്കുന്നു. പുതിയ തുടക്കം, റീബർത്താണ് വരുന്നത്. പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പുതിയ തുടക്കം. നിങ്ങൾ ചിലരോട് ഫോർഗീവ്നെസ്, പലതും ക്ഷമിക്കാൻ പറയുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മുറിവുകൾ, നിങ്ങൾ അല്ലെ ആരോടെങ്കിലും ദേഷ്യമോ വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കാൻ പറയുന്നു. ഫോർഗീവ്നെസ് പറയുന്നുണ്ട്. നിങ്ങൾ പല കാര്യങ്ങൾക്ക് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ക്ഷമ വേണം. അല്ലെങ്കിൽ പലരോടും ഇപ്പോഴും മനസ്സിൽ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ക്ഷമിക്കേണ്ട കാര്യങ്ങളൊക്കെ ക്ഷമിക്കാൻ പറയുന്നുണ്ട്. ഇനി എന്താ പറയുക, നിങ്ങളുടെ മകള് ഇനിയിപ്പോൾ ആരുടെയെങ്കിലും കൂടെ നിങ്ങളുടെ സമ്മതം ഇല്ലാതെ പോയി മാരേജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അവരോട് ക്ഷമിക്കാതെ വൈരാഗ്യം വെച്ചിരിക്കരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരുടെയെങ്കിലൊക്കെ മക്കൾ അങ്ങനെ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് അവരെ തിരികെ കൂട്ടണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരുടെയൊക്കെയോ മക്കൾ വളരെയധികം വിഷമത്തിൽ ജീവിക്കുന്നു, അവരെ തിരികെ വിളിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവരെ തിരികെ സന്തോഷത്തോടെ അവരുടെ ആ മാരേജ് ലൈഫ് നിങ്ങളും കൂടെ ചേർന്ന് നിൽക്കണമെന്ന് പറയുന്നുണ്ട്. സന്തോഷത്തോടെ അവരെ കൂടെ കൂട്ടണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പലർക്കും ആ ഒരു കാര്യത്തിൽ അവർ ഒരുപാട് മാനസിക വിഷമം അനുഭവിക്കുന്ന, അച്ഛനും അമ്മയും ആയിട്ട് അകന്ന് നിൽക്കുന്നല്ല, അവരോട് തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരു പക്ഷെ അച്ഛനമ്മയും വേദനിപ്പിച്ച് ഇറങ്ങിപ്പോയി ആ ഒരു രീതിയിൽ ജീവിതം ഒരു ജഡ്ജ്മെന്റ്, അതായത് ഒരു പാഠം, അതായത് ജീവിതത്തിലൊരു വിഷമഘട്ടത്തിലൂടെ പോകുന്ന, ഒരുപാട് പ്രതിസന്ധികളിലൂടെ പോകുന്ന വ്യക്തികളുടെ നിങ്ങളുടെ മക്കളുടെ എനർജി കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആരൊക്കെയും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ വിട്ട് മറ്റൊരു വ്യക്തിയെ തേടി പോയിട്ട് അവിടെ അവർക്ക് സന്തോഷകരമായ ഒരു ലൈഫ് ലഭിച്ചിട്ടില്ല, ആ രീതിയിൽ സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ പശ്ചാത്തപിക്കുകയും സങ്കടപ്പെടുകയും കരയുകയും ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുടെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് ദൈവമായിട്ടൊരു ജഡ്ജ്മെന്റ് കൊടുത്താണ്, നിങ്ങളെ വേദനിപ്പിച്ചതിനൊരു ജഡ്ജ്മെന്റ് കൊടുത്തതാണ്. പക്ഷെ നിങ്ങൾ അവരോട് ക്ഷമിച്ച് നിങ്ങൾ അവരെ കൂടെ കൂട്ടണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിളിക്കാൻ പറയുന്നുണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്യാൻ ആരോടൊക്കെ പറയുന്നുണ്ട്. തിരികെ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലായിട്ട് ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അവരെ കല്യാണം കഴിച്ച് വിശ്വസിച്ച് ഇറങ്ങിപ്പോയ വ്യക്തി അവരെ ചീറ്റ് ചെയ്തു, മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോയതായിട്ടാണ് കാണിക്കുന്നത്, മറ്റൊരു ബന്ധമുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മോള് വളരെയധികം വേദനിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ആരോടൊക്കെയാണ് പറയുന്നത്, എല്ലാവരോടും അല്ല കേട്ടോ. ചിലരൊക്കെ സന്തോഷകരമായി ജീവിക്കുന്നുണ്ടാവും, ചില വ്യക്തികളോടാണ് ഇത് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. വിശ്വസിച്ച് ഇറങ്ങിപ്പോയ വ്യക്തിയിൽ നിന്ന് ചീറ്റിംഗ് ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട്. അവർ സന്തോഷകരമായിട്ട് നോക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ നോക്കുമെന്ന് വിചാരിച്ച് കൂടെ ഇറങ്ങിപ്പോയി. പക്ഷെ കുറച്ച് നാൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു, അവിടെ ഒരു ചീറ്റിംഗ് നടന്നിരിക്കുന്നു എന്നുള്ള ഒരു സൂചന ഈ കാർഡിലൂടെ ചിലർക്കൊക്കെ ആയിട്ട് തരാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചില വ്യക്തികൾ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ അവരെ ഒന്ന് തിരികെ വിളിക്കാനായിട്ട് ഇവിടെ കാർഡിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ദൈവമായിട്ട് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു അനുഗ്രഹം തരുവാണ്. ചിലർക്ക് ഒരു സ്റ്റാർ ആവാനായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ഒരു പാഷൻ, നിങ്ങളുടെ പാഷനെ കണ്ടെത്തി നിങ്ങളൊരു സ്റ്റാർ പദവിയിലെത്തും. അതായത് നിങ്ങൾക്ക് ചില പാഷനുണ്ട്, ചില സ്വപ്നങ്ങളുണ്ട്. അതായത് ചിലർക്ക് ഒരു നല്ലൊരു എന്താ പറയാ സ്റ്റാർ ആവണം, അതായത് ഫിലിം സ്റ്റാർ ആവാം, സീരിയലാവാം, അങ്ങനെ അഭിനയിച്ച് സ്റ്റാർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ നിങ്ങൾ സ്റ്റാർ ആവും. അല്ലെങ്കിൽ നല്ല സിംഗർ ആവാനായിട്ട്, ഡാൻസർ ആവാൻ, അങ്ങനെ ഏതൊക്കെയോ മേഖലകളിൽ നിങ്ങൾക്ക് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവർ
നല്ലൊരു യൂട്യൂബർ ആവാനായിട്ട്, അങ്ങനെ മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന ആദരിക്കപ്പെടുന്ന വ്യക്തികളായി തീരാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ എത്താൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. ഒരു സ്റ്റാർ ആവാനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റും, സ്റ്റാറായി തിളങ്ങാൻ പറ്റുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ചില ലേഡീസിന്റെ എനർജി കാണുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവർ അസൂയപ്പെടുന്ന രീതിയിൽ അഭ്യൂർത്തി വരികയാണ്. ദൈവം അനുഗ്രഹിക്കാൻ പോകണം. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയി, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നു. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധത്തിൽ നിങ്ങൾ വളർന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. റിച്ചായി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ അത്രയും ദൈവവുമായി കണക്റ്റഡ് ആണ്, ഡിവൈൻ കണക്റ്റഡ് ആണ്. അപ്പോൾ മറ്റുള്ളവർ ഇനി നിങ്ങൾക്ക് നിങ്ങളെ അസൂയ നിറഞ്ഞ കണ്ണുകളോടുകൂടി നോക്കാൻ പോകുന്ന എനർജി കാണിക്കുന്നുണ്ട്. ആ രീതിയിൽ വളരെയധികം തിളങ്ങാൻ പോകുന്ന ഒരുപാട് വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലേഡീസിന്റെ എനർജിയാണ്. ലേഡീസ് ആൻഡ് ജെൻസിന്റെ എനർജി ഉണ്ട്, പ്രത്യേകിച്ച് ലേഡീസിന്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. ഇപ്പം ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ലെവലിൽ എത്തും എന്നാണ് ഇവിടെ നിങ്ങൾ ആരോടൊക്കെ പറയണം കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാണ് കേട്ടോ. മറ്റുള്ളവർ അസൂയപ്പെടുന്ന രീതിയിൽ നിങ്ങൾ അനുഗ്രഹിക്കാൻ പോവാണ് ദൈവം. നിങ്ങൾ അറിയപ്പെടാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ വേണമെന്നൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. എല്ലാം തിരികെ പിടിക്കണം എന്നൊരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ തിരികെ വരൂ. ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സ്വപ്നം നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്വപ്നങ്ങളിലേക്ക് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. ഭാഗ്യം, നമ്മൾക്ക് എന്തോ ഒരു ഭാഗ്യം വരും, ലോട്ടറി അടിക്കും, അങ്ങനെ ഒരു പ്രതീക്ഷയിലല്ല ഇരിക്കേണ്ടത്. നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിനനുസരിച്ചിട്ടാണ് തീർച്ചയായിട്ടും ദൈവം റിസൾട്ട് തരും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ, നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ദൈവം നമ്മളെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് നമുക്ക് തരും. അല്ലാതെ ഏതോ വഴിയിലൂടെ പണം വരും, അല്ലെ എവിടുന്നോ ഭാഗ്യം വരും, ആരൊക്കെയോ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ആരോ എന്നെ ഹെൽപ്പ് ചെയ്യും, എവിടുന്നോ ഇങ്ങനെ പണം വരും, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കഠിനാധ്വാനം കൂടെ ചെയ്യണം, നമ്മളുടെ പ്രവൃത്തിയും കൂടെ വേണം. വെറുതെ ഇരുന്ന് വരുമെന്ന് വിചാരിച്ചിരുന്നാൽ വരില്ല. നമ്മളത് പ്രവൃത്തി, അതിനുവേണ്ടി പരിശ്രമിക്കുകയും കൂടെ വേണം. നമ്മൾ ചെയ്യുന്ന ആ ഒരു പരിശ്രമത്തിനാണ് ദൈവം റിസൾട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരുപാട് നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.